ഐസൻ, ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് സംസാരിച്ചു എന്നാണ് പ്രൊഫസർ സ്റ്റാൻലി ഇപ്പോൾ അത് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? എന്തായാലും ഐക്യദാർഢ്യം അറിയിച്ചതായിരിക്കും. തീർച്ചയായും പ്രധാനമന്ത്രി സംസാരിച്ചുവെന്ന് പ്രധാനമന്ത്രി ആ ട്വീറ്റിൽ ഇപ്പോൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വളരെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ വാക്കുകളിലേറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം തുടർച്ചയായി, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റെടുത്ത 2014 മുതൽ തുടർച്ചയായി ലോകവേദികളിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ. തീവ്രവാദത്തിന് ഈ ലോകത്ത് സ്ഥാനമില്ല, അതുകൊണ്ട് തന്നെ തീവ്രവാദികളുടെ ആ ആക്രമണ സ്വഭാവത്തെ അംഗീകരിക്കില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഫോൺ സംഭാഷണം നടത്തിയത് എന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രശ്നം, ബന്ദികളുടെ മോചനം കാര്യക്ഷമമായി നടപ്പാക്കാൻ വേഗം സാധിക്കട്ടെ എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവെ ആശംസിച്ചു എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയാൻ നമുക്കിപ്പോൾ ലഭ്യമാകുന്നൊരു വിവരം എന്ന് പറയുന്നത് ഈ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോ ഗാലന്റിൻ്റെ ചില വാക്കുകളാണ്. അതായത് അടുത്ത സ്റ്റേജ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലിലെ തന്നെ ചില മേയർമാരുടെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മേയർമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം യുദ്ധത്തിൻ്റെ നെക്സ്റ്റ് ഘട്ടം, അടുത്ത 2ാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നതിൽ ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒരുപക്ഷേ നമ്മുടെ സഹ പാനലിസ്റ്റുകൾക്കൊക്കെ അതിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മോഹൻ സാറിനും ഇതിനെക്കുറിച്ചൊരു നിർദ്ധാരണം നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വളരെ സീനിയറായ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു നേതാവാണ് യോ ഗാലന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് എങ്ങനെയാണ് മോഹൻ സാറിനൊരു നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒന്ന്, വാർ ഇൻറ്റൻസിഫൈ ചെയ്തൊരു ക്രസൻഡോയിലെത്തി നിൽക്കുകയാണ്, അതോടുകൂടി അത് പരിസമാപ്തിയിലെത്തി നിൽക്കുകയാണ്, കൊട്ടിക്കലാശം എന്ന് പറയുന്ന രീതിയിലെത്തുകയാണ്. അതാണ് ഒരു ഇത്. രണ്ടാമത്തേത്, ഒരുപക്ഷെ ഒരു കരയാക്രമണത്തിലൂടെ ലെബനൻ്റെ കംപ്ലീറ്റ്ലി നള്ളിഫൈ ചെയ്യുകയാണ്. റിമൈനിങ് കേപ്പബിലിറ്റീസ് ഓഫ് ഹിസ്ബുള്ള അതിനെ നള്ളിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻഡ് ഗെയിം എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഒരു വിശകലനം. പക്ഷേ അതേസമയം മറ്റൊരു കാര്യം കൂടി ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടാവാം. കാരണം ഇസ്രായേലിനും വേണ്ടത് പരിഹാരങ്ങളാണ്, ശാശ്വതമായ പരിഹാരങ്ങളാണ്. അവിടെയാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ച ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യങ്ങൾ പ്രസക്തമായി വരുന്നത്. അവിടെയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു തീവ്രവാദത്തിനെതിരാണ് ഭാരതത്തിൻ്റെ നിലപാട്. അപ്പം തീവ്രവാദം ഭീകരത എവിടെയുണ്ടെങ്കിലും അത് തീർച്ചയായും ഉന്മൂലനം ചെയ്യപ്പെടണം എന്ന ഒരു ആഗ്രഹം. പക്ഷേ അത് ഭരണകൂട ഭീകരതയാവരുത്. അത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഹമാസിൻ്റെയോ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അൺഅക്സെപ്റ്റബിളായ ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല എന്ന ഭാരതത്തിൻ്റെ നിലപാട്. ആ നിലപാട് ഇപ്പോൾ അറബി രാജ്യങ്ങളിൽ പോലും ആ നിലപാടിന് വലിയ സ്വാധീനം ലഭിക്കുന്നു. ഉദാഹരണത്തിന് സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം സൗദിയുടെ കിരീടാവകാശി ഇപ്പോഴത്തെ കിങ് സൽമാൻ, മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം പരിഷ്കരണവാദിയാണ്. സൗദിയുടെ പഴയ ഒരു വഹാബിസ്റ്റ് ഒരു അതുകൊണ്ടാണല്ലോ അബ്ദുള്ളയെ പോലുള്ളവർ തള്ളിപ്പറയുന്നത്. അതെ, കിങ് സൽമാനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഇസ്ലാമിനുള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളാണ്. സൗദി അറേബ്യയെക്കുറിച്ച് നമ്മൾ മുൻപ് ധരിച്ചിരുന്നത് അവിടെ എല്ലാവരും പർദ്ദയ്ക്കുള്ളിലാണ്, അത് മാത്രമല്ല സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ സഹായമില്ലാതെ നടക്കാനാവില്ല, അതുമല്ല സ്ത്രീകൾക്ക് സ്വന്തം വാഹനം ഓടിക്കാനുള്ള അവകാശം, ഡ്രൈവിംഗ് ലൈസൻസ് പോലും നിഷേധിച്ചിരുന്ന ഒരു സമീപകാലമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് സൗദി അറേബ്യ കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായി പുതിയ സിറ്റീസ് വരുന്നു, പുതിയൊരു സംസ്കാരം അവിടെ വരുന്നു, കുറച്ചുകൂടെ ഉൾക്കൊള്ളലിൻ്റെ ഒരു സംസ്കാരമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ അംഗീകരിക്കാൻ തയ്യാറായത്. അതുകൊണ്ടാണ് ഇസ്രായേലുമായി കരാറിന് തയ്യാറായത്. അതുമാത്രമല്ല, ഇപ്പോഴിതാ സൗദി അറേബ്യ ആദ്യമായി പറഞ്ഞിരിക്കുന്നു, ഒരു രാഷ്ട്രം വരുന്നത് നല്ലതാണ്, ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽപ്പിനുള്ള അവകാശമുണ്ട്. മുൻപ് അതല്ല സൗദി പറഞ്ഞിരുന്നത്, ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽപ്പിനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ പലസ്തീനിയൻസിനും കിഴക്കൻ ജെറുസലേം കേന്ദ്രമാക്കി ഒരു രാഷ്ട്രമുണ്ടാകണം. ഇത് തന്നെയാണ് ഇന്ത്യയും പറയുന്നത്. ഇന്ത്യ കിഴക്കൻ ജെറുസലേം എന്ന് പറയുന്നില്ല, 2 രാജ്യങ്ങൾ. അത് ഓസ്ലോ കരാറിൻ്റെ 1993-ലെയും 95-ലെയും ഓസ്ലോ സമാധാന ഉടമ്പടിയുടെ ചുവട് പിടിച്ചുകൊണ്ട് 2 സ്റ്റേറ്റ് സൊല്യൂഷൻസ്, യഹൂദിന് വേണ്ടി ഇസ്രായേൽ എന്ന രാജ്യവും അറബികൾക്ക് വേണ്ടി പലസ്തീൻ എന്ന രാജ്യവും സമാന്തരമായി ശാന്തമായി പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമാകുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ നിൽക്കുന്നത്. അല്ലാതെ ഇന്ത്യ പൂർണ്ണമായി ഇസ്രായേൽ അനുകൂലമെന്നോ പാലസ്തീൻ വിരുദ്ധമെന്നോ അല്ലെങ്കിൽ പാലസ്തീൻ അനുകൂലമെന്നോ ഒന്നുമല്ല. മുൻകാലങ്ങളിൽ ഇന്ത്യ പാലസ്തീൻ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനല്ല. 2 വിഭാഗത്തെയും കേൾക്കാനും
പ്രശ്നപരിഹാരത്തിന് വേണ്ടി വന്നാൽ ഇടപെടാനും തയ്യാറായി നിൽക്കുന്ന ഭാരതത്തെ നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു നയം റഷ്യ ഉക്രൈൻ വിഷയത്തിലാണെങ്കിലും ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ ഹമാസ് ഹിസ്ബുള്ള മുതലായവ ഇൻവോൾവ് ആകുന്ന വിഷയത്തിലാണെങ്കിലും നമുക്ക് ഒരു അഭിപ്രായമേ ഉള്ളൂ, അത് സമാധാനത്തിൻ്റെ അഭിപ്രായമാണ്, നമ്മൾ സമാധാനത്തിൻ്റെ പക്ഷത്താണ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെയും ഒക്കെ ഒരു 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 സ്വാധീനം ഭാരതത്തിൻ്റെ ഒരു സോഫ്റ്റ് പവർ ഡിപ്ലോമസിക്ക് പിന്നിലുണ്ട്. അത് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ ഒരു പുതിയ നിർദ്ദേശം വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന നിർദ്ദേശമാണ്. അതനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടെ സഹകരിക്കണം. അമേരിക്കയുടെ സഹായം പ്രതീക്ഷിക്കാനാവില്ല. കാരണം ഇസ്രായേലിൻ്റെ വലിയേട്ടനാണ് അമേരിക്ക. അതുകൊണ്ട് അമേരിക്ക നേരിട്ട് രംഗത്ത് വരാനാവില്ല. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ, പ്രത്യേകിച്ച് നോർവേ, ഓസ്ലോയുടെ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ നോർവീജിയൻ നേതൃത്വം, അതുപോലെ യൂറോപ്യൻ യൂണിയൻ, അറബ് ലീഗ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ്, എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അറബ് രാജ്യങ്ങളല്ലാത്ത ഇന്തോനേഷ്യ പോലെ, അതുപോലെ മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ, ഇവരെല്ലാം ചേർന്ന സമിതി, അതുപോലെ ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ, അത് ഗൾഫ് രാജ്യങ്ങളാണ്, 7 രാജ്യങ്ങൾ ചേരുന്ന കൗൺസിൽ, ഇതെല്ലാം ചേർന്നുകൊണ്ട് ഒരു ധാരണയിലെത്തുകയും ഒരു അന്താരാഷ്ട്ര ധാരണയിലെത്തുകയും ഒരു ഉടമ്പടിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങളിൽ തീർച്ചയായും ഭാരതത്തിനും പങ്കാളിത്തം ഉണ്ടാവും. കാരണം അതേ നിലപാടാണ് ഭാരതത്തിന്. 2 രാഷ്ട്ര സൊല്യൂഷൻ, അതായത് ഇസ്രായേൽ എന്ന രാജ്യം പലസ്തീനിയൻസിനെ പൂർണ്ണമായി കീഴടക്കി ഒക്യുപ്പൈ ചെയ്ത് വെക്കുക എന്നതല്ല, മറിച്ച് അന്തസ്സായി ഇസ്രായേലിനെ ജീവിക്കാൻ, എക്സിസ്റ്റ് ചെയ്യാൻ ഒരു അനുവാദമുള്ളതുപോലെ തന്നെ അതുപോലെ തന്നെ പലസ്തീനിയൻസിനും ഒരു രാഷ്ട്രമുണ്ടാകണം എന്ന ആ ഒരു നിലപാട് അതൊരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സമാധാന ചർച്ചകൾ ഉണ്ടാവണം, ഭീകരത അവസാനിക്കണം. ആയുധം താഴെ വെച്ചെങ്കിലേ, ഭീകരരുടെ ഭാഗത്തു നിന്ന് ആയുധം താഴെ വെച്ചെങ്കിൽ മാത്രമേ ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഉണ്ടാവൂ. ആ നിലപാടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടും വളരെ ശക്തമായി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. യെസ്.